കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്തൊരു അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ പ്രഭാത സന്ദേശത്തിലൂടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക വചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം. അനന്തരം യോസേഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം, യോസേഫ് മുഖാന്തരമാണ് കനാൻ ദേശത്തിലുണ്ടായിരുന്ന യാക്കോബും കൂടെ ഉണ്ടായിരുന്ന 70 പേർ സ്തോത്രം മിസ്രൈമിൻ്റെ മണ്ണിൽ കാൽവെപ്പാൻ തക്കവണ്ണം ഇടവന്നത് യോസെഫാണ്. അതിന് മുഖാന്തരമായി യോസെഫ് മിസ്രൈമിൽ ഉണ്ട് എന്ന് യാക്കോബ് കേട്ടപ്പോൾ യോസെഫിനെ കാണാനുള്ള യാക്കോബിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ പ്രതി സ്തോത്രം അവിടെയുള്ളവര് ക്ഷാമമാണ് അതിന് കാരണമായി അവരവിടെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു. സ്തോത്രം മിസ്രൈമിൻ്റെ മണ്ണിൽ ഇസ്രായേൽ യാക്കോബ് അവിടെ വെച്ച മരിക്കുന്നത് ഒക്കെ നമുക്ക് പിന്നത്തിൽ അറിയാൻ പറ്റും. യാക്കോബിന്റെ തലമുറകളെല്ലാം ഇല്ലെങ്കിൽ ഇസ്രായേൽ തലമുറകളെല്ലാം വളർന്നു വരുന്നത് മിസ്രൈമിന്റെ മണ്ണിലാണ്. സ്തോത്രം. അങ്ങനെ കാലങ്ങൾ പോയി യോസേഫ് മരണത്തിലേക്ക് അടുക്കുകയാണ്. സ്തോത്രം. മരണത്തിലേക്ക് അടുക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ, തൻ്റെ മക്കളെയൊക്കെ വിളിച്ചു നിർത്തി പറഞ്ഞൊരു വാചകമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോസേഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, മരിക്കാൻ തുടങ്ങുന്ന യോസേഫ് തലമുറകൾക്ക്, സഹോദരങ്ങൾക്ക് കൈമാറിയ ഒരു അനുഗ്രഹീത ചിന്ത, ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളെ അവൻ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ കൈമാറുകയാണ്. ദൈവം സന്ദർശിക്കുമ്പോൾ ചിലത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. എൻ്റെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യോസേഫ് പിന്നെയും പറയുകയാണ്, നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പം പറയുക മാത്രമല്ല, യോസേഫ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ ശേഷിപ്പിക്കരുത്, എൻ്റെ അസ്ഥികളെയും കൂടെ ഇവിടെ കൊണ്ടുപോകണം, കനാൻ ദേശത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ കൊണ്ട് യോസേഫ് സത്യം ചെയ്യിപ്പിച്ച് 110 വയസ്സുള്ളവനായ യോസേഫ് നിത്യതയിലേക്ക് മറയുവാൻ തക്കവണ്ണം ഇടവന്നു. അപ്പോൾ മരിക്കാൻ തുടങ്ങുന്ന യോസേഫിനൊരു ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഈ ദേശത്ത് നിന്ന് നിങ്ങൾ മടങ്ങിപ്പോകും, ഈ ദേശത്ത് നിന്ന് ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തെ അവൻ നിവർത്തീകരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന യോസേഫിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും, ദൈവം നമ്മളെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ചില മടങ്ങിപ്പോക്കുകളുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ അടിമമുഖം നമ്മളെ വിട്ടു മാറുവാൻ തക്കവണ്ണം ഇടയും. ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മളെ ഭാരപ്പെടുത്തുക, നമ്മളെ വേദനിപ്പിക്കുക, നമ്മുടെ ശുശ്രൂഷകൾ ആത്മീക മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ നമ്മെ തകർക്കാൻ നോക്കുന്നത് എന്തോ ആയിരുന്നാലും സ്തോത്രം. ഹല്ലേലൂയ. അല്ല, ഈ വിധ ശക്തികൾ നിന്നെ തൊടുകയില്ല. കാരണം ദൈവം നമ്മളെ സന്ദർശിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ഞായറാഴ്ച ദിവസം എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു ദൂത്, ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ്. നാളുകളായി നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ചെറുതായിരിക്കും വലുതായിരിക്കും, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം നിങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ്. ഒരു ദൈവിക സന്ദർശനത്തിന്റെ ദിവസമായി ഈ ദിവസം നിങ്ങൾ മാറുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി മാറുമെന്ന് സ്വർഗമിടുവൻ. മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.